ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ 8th ആനിവേഴ്സറിയുടെ ക്യാമ്പയിനൊക്കെ ആയിട്ട് നമുക്ക് കൊനാമി കുറേ എപ്പിക്കിൻ്റെ 8 എപ്പിക്ക് അടങ്ങുന്ന ഒരു പാക്കൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ കിട്ടുമല്ലെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് ഗൈസ്. റോഡ് ടു 1K ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തകർക്ക് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും കറക്കി നോക്കാം. 7 ഫ്രീ സ്പിൻ ഉണ്ട് ഗൈസ്. 7 ഫ്രീ സ്പിൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഫ്രീ സ്പിൻ കറക്കിയതാണ്, എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. 7 ഫ്രീ സ്പിൻ ഇനിയുണ്ട് ബാക്കി. അപ്പോൾ എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. എനിക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല ഗൈസ്, കാരണം 300 പ്ലേയേഴ്സാണ്. 300 പ്ലേയേഴ്സൊന്നും കിട്ടാറില്ല. എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം. ഫസ്റ്റ് സ്പിന്നാണ് ഗൈസ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിനകത്ത് ടാർഗറ്റൊക്കെ ഉണ്ട് ഗൈസ്. ബാറ്റ് സ്റ്റൂട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട്. ഹെയർ വി ഗോ. നമുക്ക് നോക്കാം എന്തായാലും എപ്പിക്ക് ആവോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും കൊനാമി പ്ലീസ് കൊനാമി പ്ലീസ്. എടാ ഗൈസ് എപ്പിക്ക്. എടാ ഫസ്റ്റ് സ്പിൻ എപ്പിക്ക്. എടാ ഇതിനകത്ത് ഭാഗ്യമുണ്ട്, എനിക്കറിയില്ല ഗൈസ്. എടാ ഫസ്റ്റ് സ്പിൻ എപ്പിക്കടാ ഗൈസ്. ഇറ്റാലിയൻ ലീഗാണ്. ഇതാരാണ്? 44 നമ്പർ. ഇതാ റൈറ്റ് ബാക്കാന്നാണ് എനിക്ക് തോന്നണേ. എടാ ഇത് എന്തിനാണ് സംഭവിക്കുന്നത് ഗൈസ്? എപ്പിക്ക് അടിച്ചു. എനിക്കറിയില്ല ഗൈസ്, എനിക്കിങ്ങനെയൊക്കെ തരാത്തതാണ് അവന്മാർ. പിന്നെ എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. എന്തായാലും എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. റൈറ്റ് ബാക്കാണ്. അവൻ്റെ പേരെന്താ? ഒഡോയോ അങ്ങനെ എന്തൊക്കെയാണ് ഗൈസ് ഇവൻ്റെ പേര്. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ബാക്ക് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എനിക്ക് കിട്ടി. എന്തായാലും എന്ത് പറയാനാണ് ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുഴപ്പമില്ല, കിട്ടിയത് കിട്ടി. ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഇനി എന്തായാലും 6 സ്പിന്നും കൂടി ഉണ്ട്. അതും കൂടി സ്പിന്നെടുത്ത് നോക്കാം. ഇനി ഓരെണ്ണം കൂടി അവന്മാർ തരുമല്ലോ എന്നറിയില്ല. ഇനി തരാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. എനിക്കിതിനകത്ത് വേണമെന്നുള്ളത് ബാറ്റിസ്റ്റൂട്ട, അതുപോലെ തന്നെ വാൻ ബ്യൂട്ടൻ, പിന്നെ മൈക്ലോവൻ. ഇവർ 3 ഇരണീസ് എനിക്ക് വേണമെന്നുള്ളത്. ബെർക്യാമ്പിന് അവന്മാർ ഭയങ്കരമായിട്ട് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണം. എന്താണെന്നറിയില്ല. കാർഡാണ് ബെർക്യാമ്പിൻ്റെ. എന്തായാലും കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ലക്കുള്ളവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. കുറേ പേർക്കൊക്കെ 2 എണ്ണം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്തായാലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മേളിൽ കളർ മാറിയിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഇത് ഫേക്ക് ആനിമേഷനാണ്. എന്തിനാണ് ഈ ആനിമേഷൻ കാണിച്ച് പറ്റിക്കുന്ന കൊനാമി? എന്തായാലും എപ്പിക്കൊന്നും അല്ല ഗൈസ്, ബേസ് കാർഡാണെന്ന് എനിക്ക് തരുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തായാലും കുറച്ച് ഫ്രീ സ്പിൻ കൂടി നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും ഗൈസ്. എന്തായാലും ഈ മാസമൊക്കെ അവസാനമൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും ഫുള്ളായിട്ട് നമുക്ക് കറക്കാനൊക്കെ പറ്റുക. അപ്പോൾ എന്തായാലും ഇനിയുള്ള ഫ്രീ സ്പിന്നെല്ലാം കൂട്ടി വെച്ചിട്ടായിരിക്കും ഞാൻ കറക്കുക. ഇതിപ്പോൾ ഞാൻ ചുമ്മാ കറക്കിയെന്നുള്ളൂ, കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഗൈസ് കറക്കിയത്. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ബാക്കിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ചെങ്ങാനൊന്ന് കളിപ്പിച്ചൊക്കെ നോക്കണം. അറ്റാക്കിങ് ഫുൾ ബാക്ക് എന്തോ ആണ്. വിഷയമല്ല ഗൈസ്, നമുക്ക് എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഫസ്റ്റ് സ്പിന്നിൽ തന്നെയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് ഗൈസ്. അങ്ങനെ എനിക്ക് വീണ്ടും ഒരു എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് ഒരു എപ്പിക്ക് അടിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം 300 പ്ലേയേഴ്സ് ഉണ്ടല്ലോ. നമുക്ക് 150 പ്ലേയേഴ്സിൽ നിന്ന് പോലും എനിക്കതിനെ കിട്ടൽ കുറവിലാണ്. 300 പ്ലേയേഴ്സും കൂടി കൊണ്ടുവരുമ്പോൾ പ്രോബിലിറ്റി തീരെ ഇല്ല ഗൈസ്. അപ്പോൾ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ കറക്കിയത്. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 എപ്പിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്പിൻ എടുക്കാം. ഇനി ഒരു 5 സ്പിന്നും കൂടിയാണ് ബാക്കിയുള്ളൂ. അതും കൂടി നമുക്ക് എന്തായാലും സ്പിൻ എടുത്തേക്കാം ഗൈസ്. ഇനി പറയാൻ പറ്റില്ല, ഇനി ഓരെണ്ണം കൂടി ആകുമ്പോൾ തന്നാലോ പറയാൻ പറ്റില്ല ഗൈസ്. കൊനാമിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സ്പിൻ എടുത്തിട്ടുണ്ട്. ആരാന്ന് നോക്കാം. ബേസ് കാർഡാണ് ഗൈസ്. 2 സ്റ്റാറാണ് LMF. ഓക്കെ, അടുത്ത സ്പിൻ നമുക്ക് എന്തായാലും പുറത്തുനിന്ന് എടുക്കാം ഗൈസ്. പുറത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ കിട്ടിയാലോ പറയാൻ പറ്റില്ല. ഓക്കെ, ഹെർ വി ഗോ. ഓക്കെ ഗൈസ്, കളർ മാറുന്നുണ്ട്. എടാ ഇത് എന്തിനാണ് ഈ ആനിമേഷൻ കാണിച്ച് പറ്റിക്കുന്നത്? കൊനാമി എപ്പിക്ക് ഓർണം കൂടി താടോ ഗൈസ്. വീണ്ടും ആനിമേഷൻ കാണിച്ച് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. വീണ്ടും 2 സ്റ്റാറാണ്, DMF ആണ്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് സ്പിൻ തന്നെ എപ്പിക്ക് അടിച്ചു ഗൈസ്. അതെന്തായാലും നന്നായി. എന്ത് തോന്നിയെന്നറിയില്ല കൊനാമിക്ക് തരാൻ. ഓക്കെ, അടുത്ത സ്പിൻ എടുക്കാം ഗൈസ്. ഹെർ വി ഗോ. അടുത്ത സ്പിൻ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ആരാ നോക്കാം. ബേസ് കാർഡാണ്. ഓക്കെ, ഇനി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. 3 സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
ഇനി എനിക്ക് എപ്പിക്ക് അടിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തായാലും അടുത്ത ഫ്രീ സ്പിന്നെല്ലാം നമുക്ക് കൂട്ടി വെച്ചിട്ട് അടുത്തൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് ഗൈസ്. റോഡ് ടു 1K മറക്കല്ല്. ഓക്കെ, നോക്കാം. അടുത്ത സ്പിൻ എടുക്കാം ഗൈസ്, അടുത്ത സ്പിൻ എടുക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഡീറ്റെയിൽസൊക്കെ നോക്കി കറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയാലോ, പറയാൻ പറ്റില്ല. ഓക്കെ, സ്പിൻ എടുക്കാം ഗൈസ്, സ്പിൻ എടുക്കാം. ക്യാൻസലൊക്കെ അടിച്ച് നമുക്ക് ചെന്ന് സ്പിൻ എടുക്കാം. ഓക്കെ, എന്തായാലും കിട്ടുമോ നോക്കാം. ഒരു എപ്പിക്കും കൂടി താ കൊനാമി. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ കറക്കുന്നതല്ലേ കൊനാമി, ഒരു എപ്പിക്കും കൂടി പ്ലീസ് കൊനാമി. ഇല്ല ഗൈസ്, എപ്പിക്കല്ല. മേളിൽ പക്ഷേ കമ്പിത്തിരി കത്തുന്നുണ്ട്. ഓക്കെ, ഇന്റർ മിലാൻ്റെ ഒരു സെൻറ്റർ ഫോർവേഡ് നമുക്ക് തന്നിട്ടുണ്ട് കൊനാമി. 3 സ്റ്റാർ ആണ്. പിന്നെ ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാറായിട്ട് ഇതിനകത്ത് എപ്പിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. അതിപ്പോൾ ഫ്യൂച്ചർ കാർഡൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് പിന്നെ സീനില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുത്തൊക്കെ കുറേ ഗ്രൂപ്പിലൊക്കെ കണ്ടു ഗൈസ്. 4 സ്പിന്നിലൊക്കെ 2 എപ്പിക്കൊക്കെ കിട്ടിയെന്ന് പറയണ കേട്ടു. ഈ പാക്കിനകത്ത് അത്യാവശ്യം ലക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് സ്പിന്നിലൊന്നും എപ്പിക്ക് തരാറില്ല. എന്തായാലും സ്പിൻ എടുക്കുക. ലാസ്റ്റ് സ്പിന്നാണ് ഗൈസ്, ലാസ്റ്റ് സ്പിന്നാണ്. ഈ ലാസ്റ്റ് സ്പിന്നിൽ കിട്ടുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം നമ്മളങ്ങനെ കാശൊന്നും മുടക്കണമല്ല ഗെയിമിന് വേണ്ടി. അത്ര എപ്പിക്കും നമ്മുടെ കയ്യിൽ ഇല്ല ഗൈസ്. ഓക്കെ, എപ്പിക്കല്ല, എന്തായാലും ബേസ് കാർഡാണ് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് സ്പിന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല, എനിക്കൊരു എപ്പിക്ക് അവർ തന്നിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എനിക്കൊരു എപ്പിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.